ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മിസ് ആണ്. വെൽക്കം ടു അവർ ടുഡേയ്സ് ക്ലാസ്. 10ാം ക്ലാസ്സിലെ മക്കളാണ് നിങ്ങളല്ലേ. നിങ്ങൾക്ക് എക്സാമിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഈ ടെൻഷൻ വെച്ചിട്ടാണ് നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്നതെങ്കിൽ എടാ നമ്മൾ പഠിച്ചതും മറന്നു പോകാനേ സാധ്യതയുള്ളൂ. എന്തിനാ വെറുതെ നമ്മൾ റിസ്ക് എടുക്കുന്നത്? ഈ ടെൻഷൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ എക്സാം ഹാളിൽ പോവാം? ഫുൾ കോൺഫിഡൻസോട് കൂടി നമുക്ക് എങ്ങനെയാണ് എക്സാം എഴുതാൻ പറ്റുക? മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നോട്ട് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർക്കാൻ പറ്റിയില്ല, വിഷമിക്കേണ്ട. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടീസ് കിട്ടുന്നു, അത്രത്തോളം നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് ആൻസർ ചെയ്യാനും സാധിക്കുന്നു. സോ നമ്മുടെ അൾട്ടിമേറ്റ് എയിം, ഇനി നമ്മുടെ മുന്നിലുള്ള സമയം നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? കയ്യിൽ കിട്ടുന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ, റിലവൻറ്റ് ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്യണം. ഇന്നത്തെ ഈ ഒരു കോണ്ടന്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് 1 മാർക്കിന്റെ 20 ചോദ്യങ്ങളാണ്. എത്ര മാർക്കായിടാ? 20 മാർക്കായില്ലേ? 1 മാർക്ക് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. കാരണം 3 മാർക്കിനും 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഓപ്ഷൻസുകൾ ഉണ്ടാവില്ലേ? നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ എവിടെയും കാണാൻ സാധിക്കും. ആ ഓപ്ഷനുകളിലും നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് കാണാൻ സാധിക്കും. അത്രയും റിലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട. നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ട സമയമാണ്. നമുക്ക് വേഗം നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ഈ ഒരു ടോപ്പിക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ മിസ് ചെയ്ത്, ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ആണ്. ആര് പറഞ്ഞു ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫസ്റ്റ് ടേമിൽ നിന്ന് ചോദിക്കില്ല എന്ന്? ക്രിസ്മസ് എക്സാമിന് ഫസ്റ്റ് ടേമിൽ നിന്ന് 20% ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? 1 മാർക്ക് പോലും മിസ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് ടേമിലുള്ള പോർഷൻസിലുള്ള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡാഷ് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എഫ് സബ്ഷെൽ. എഫ് സബ്ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എസ്, പി, ഡി, എഫ് സബ്ഷെല്ലുകൾ ഉണ്ടല്ലേ. ഞാൻ ഇവിടെ എഴുതാണ് എസ്, പി, ഡി, എഫ്. എസ് എൽ മാക്സിമം 2 ഇലക്ട്രോൺ ആണ്, പി എൽ മാക്സിമം 6 ഇലക്ട്രോൺ ആണ്, ഡി എൽ മാക്സിമം 10 ഇലക്ട്രോൺ ആണ്, എഫ് എൽ മാക്സിമം 14 ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത്? 14 എന്നാണ് വരുന്നത് അല്ലേ. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ എഫ് ആണ് ചോദിച്ചതെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ എസ്ഒ, പിഒ, ഡിഒ ചോദിക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കോമൺ ആയിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സബ്ഷെൽ ഇസ് കോമൺ ടു ഓൾ ഷെൽസ്? എന്താണ്? എല്ലാ ഷെല്ലുകളിലും പൊതുവായി കാണപ്പെടുന്ന സബ്ഷെൽ ഏതാണ്? ഏത് സബ്ഷെല്ലാണ്? എസ് എൽ എ. 1s ഉണ്ട്, 2s ഉണ്ട്, അതുപോലെ തന്നെ 3s ഉണ്ട്, 4s ഉണ്ട്, 5s ഉണ്ട്. ഈ എല്ലാ ഷെല്ലുകളിലും അല്ലെ, എല്ലാ ഷെല്ലുകളും കാണുന്ന സബ്ഷെൽ ഏതാണ്? എസ് സബ്ഷെല്ലാണ്. നിങ്ങൾ പിയും ഡിയും എഫും എഴുതരുത് കേട്ടോ. കാരണം ഫസ്റ്റ് ഷെല്ലില് ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. അതാരാണ്? നമ്മുടെ എസ് സബ്ഷെല്ലാണ്. ഇനി അടുത്ത ചോദ്യമാണ് നമ്മുടെ മോൾ കോൺസെപ്റ്റിൽ നിന്നുള്ള ചോദ്യമാണ്. ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 1 GMM നൈട്രജനസ്. ശ്രദ്ധിക്കണേ, 1 GMM നൈട്രജനിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. മോളിക്യൂൾസിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 1 GMM N2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? 1 GMM-ന്റെ അകത്ത് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അവഗാഡ്രോ നമ്പർ എന്നെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 6.022 into 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾസ്. അങ്ങനെ തന്നെ എഴുതി വെക്കുക. നിങ്ങൾ ചില ആളുകളുണ്ട് എന്നെ എന്ന് എഴുതും. എന്നെ എഴുതിയാലും ശരി തന്നെയാടാ, നമ്മൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ചില ആളുകൾ എന്ത് ചെയ്യും? എന്നെ എന്ന് എഴുതിയുള്ളൂ, വാല്യൂ എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് മാർക്ക് കുറച്ചാളും. അതുകൊണ്ട് ശ്രദ്ധിക്കാം, 1 GMM ആണെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണുള്ളത്? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. 6.022 into 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഇനി 2 GMM ആണ് ചോദിച്ചതെങ്കിൽ പരീക്ഷക്ക് 2 GMM ആണെങ്കിൽ 2 into അവഗാഡ്രോ നമ്പർ ആണ്. 5 GMM ആണ് ചോദിച്ചതെങ്കിൽ അത് ഏത് എക്സാമ്പിൾസും ആവാട്ടോ, മോളിക്യൂൾ ആണ് തന്നതെങ്കിൽ 5 GMM ആണെങ്കിൽ 5 into അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, ഓർ ഓഫ് വിച്ച് മെറ്റൽ ഈസ്? യെസ്, കലാമിൻ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇടാ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കറിയാം പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ലോഹ നിർമ്മാണത്തിൽ ആദ്യമുള്ള ടേബിൾ ആണല്ലേ. ഈ ടേബിളിൽ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും ചോദിക്കാം. നമുക്ക് ആരൊക്കെ ഉണ്ട് പഠിക്കാൻ? അലൂമിനിയം, അയേൺ, കോപ്പർ, സിങ്ക് ഉണ്ട് അല്ലേ. അലൂമിനിയത്തിന്റെ ആണെങ്കിൽ ബോക്സൈറ്റ് ഫോർമുല പഠിച്ചു വെക്കണം. Al2O3.2H2 ആണ്. അയേണിൻ്റെതാണെങ്കിൽ 2 എണ്ണം ഉണ്ട്, ഹെമറ്റൈറ്റ് Fe2O3യും മാഗ്നറ്റൈറ്റ് Fe3O4ഉമാണ്. കോപ്പർ ആണെങ്കിൽ
കോപ്പർ പൈറൈറ്റ് CuFe എന്താണ് S2 ആണ്. കുപ്രൈറ്റ് ആണെങ്കിൽ എന്താണ് Cu2O ആണ്. ഇനി സിങ്ക് ആണെങ്കിൽ സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ് കേട്ടോ. ZnSഉം ZnCO3യും. ഇവിടെ ചോദിച്ചത് എന്താണ്? കലാമിൻ ആരുടെ ആണെന്നല്ലേ ചോദിച്ചത്? ആരുടെയാടാ കലാമിൻ? ഇപ്പൊ നമ്മൾ കണ്ടു അല്ലേ, സിങ്കിന്റെ ആണ്. ദാ ഇവിടെ തന്നിട്ടുണ്ട് സിങ്കിന്റെ ആണ് എന്ത് വരുന്നത്? കലാമിൻ വരുന്നത്. ഫോർമുല എന്താണ്? ZnCO3 ആണ്. ചോദിക്കുകയാണെങ്കിൽ മാത്രം ഫോർമുല എഴുതിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ സിങ്ക് എഴുതി വെച്ചാലിടാ 1 മാർക്കാണ് ലഭിക്കുന്നത്. ഈ ടേബിൾ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, പരീക്ഷയ്ക്ക് ഈ ടേബിളിൽ നിന്ന് ചോദിച്ചിരിക്കും. റെഡി ആണല്ലോ? ഇനി അടുത്ത ചോദ്യമാണ്, which one of the following ion is attracted towards the cathode? കാത്തോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അയോൺ ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്ന അയോണുകളിൽ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോൺ ഏതാണ്? ക്ലോറൈഡ് അയോൺ തന്നിട്ടുണ്ട്, ഓക്സൈഡ് അയോൺ തന്നിട്ടുണ്ട്, ഫ്ലൂറൈഡ് അയോൺ തന്നിട്ടുണ്ട്, സോഡിയം അയോൺ തന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ സിമ്പിൾസ് ഒന്ന് എഴുതി നോക്കിയാലോ. ക്ലോറൈഡ് അയോൺ Cl- ആണ്, ഓക്സൈഡ് അയോൺ O2- ആണ്, ഫ്ലൂറൈഡ് അയോൺ F- ആണ്, സോഡിയം അയോൺ Na+ ആണ്. ഉത്തരം കിട്ടിയോടാ? ഇവിടെ ഓഡ് 1 ഔട്ട് ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? നമ്മുടെ Na+ മാത്രമേ ഉള്ളൂ അല്ലേ? കാത്തോഡിലേക്ക് പോകുന്നത് പഠിച്ചു വെക്കുക. കാത്തോഡിലേക്ക് പോകുന്നത് പോസിറ്റീവ് അയോണുകളാണ്, പോസിറ്റീവ് ചാർജുള്ള അയോണുകളാണ്. ഇവിടെ പോസിറ്റീവ് അയോൺ ആയിട്ടുള്ളത് ആരാണ്? സോഡിയം Na+ അയോൺ ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ രീതിയിലേക്ക് അത് മാറ്റി എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സിമ്പിളാ, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, ആൻസർ മാറിപ്പോവില്ല കേട്ടോ. അപ്പൊ കാത്തോഡ് ആണെങ്കിൽ പോസിറ്റീവ് അയോൺ ആണ്. ഇനി ആനോഡിലേക്കാണ് ചോദിക്കുന്നതെങ്കിൽ ഈ കാത്തോഡിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ആനോഡ് ആണെങ്കിൽ ആരൊക്കെ പോവും? യെസ്, നെഗറ്റീവ് അയോണുകൾ പോവും അല്ലേ? ഇനി അടുത്ത ചോദ്യമാണ്, എൻ്റെ മക്കൾക്ക് ഈ പറയുന്ന ഓരോരോ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് ദ ചേഞ്ച് ഇൻ പ്രഷർ ഡസ് ഇൻഫ്ലുവൻസ് ദ ഇക്വിലിബ്രിയം? താഴെ കൊടുത്തിരിക്കുന്ന ഉഭയദിശ പ്രവർത്തനങ്ങളിൽ ഏതിലാണ് മർദ്ദത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താ പറയാ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുന്നത്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ആണ് N2 + 3H2 gives 2NH3, N2 + O2 gives 2NO, 2NO + O2 gives 2NO2. നമുക്കറിയാം പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ഡിഫറൻസ് വേണം? യെസ്, വോളിയത്തിൽ ഡിഫറൻസ് വേണം അല്ലെ? റിയാക്ടന്റ് സൈഡിലും പ്രൊട്ടക്ട് സൈഡിലും എന്താണ്? വോളിയത്തിൽ ഡിഫറൻസ് വേണം. ഇവിടെ 1 നൈട്രജനും 3 ഹൈഡ്രജനും ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. ഇവിടെ എത്രയാണുള്ളത്? 2 ആണുള്ളത്. ഇവിടെ നമുക്ക് എന്തുണ്ട്? വോളിയത്തിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? ആ മിസ് ആൻസർ കിട്ടി, ഫസ്റ്റ് വൺ ആണ്. ഫസ്റ്റ് വൺ നിങ്ങൾ എഴുതി. എടാ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ആദ്യത്തത് മാത്രമായിരിക്കും ആൻസർ. നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നോക്കിയതിന് ശേഷം മാത്രമേ പുറകോട്ട് പോകാൻ പാടുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ റിയാക്ടന്റ് സൈഡിൽ 2ഉം പ്രൊഡക്ട് സൈഡിൽ 2ഉം ആണ്. ഈക്വൽ ആണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല? പ്രഷർ ഇഫക്ട് ചെയ്യുന്നില്ല. പരീക്ഷയ്ക്ക് ചോദിക്കും പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് ഏതിലാണെന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ചോദിച്ചത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ് അല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ 3 കിട്ടി. ഇവിടെ എത്രയാണ്? 2 ആണുള്ളത്. യെസ്, അവിടെ വോളിയത്തിന് ഡിഫറൻസ് വന്നു അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഈ പറഞ്ഞ 2 ഇക്വേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സെറ്റ് ആണല്ലോ? നമുക്ക് 2 മാർക്കിനും ചിലപ്പം ചോദിക്കും കേട്ടോ. ഓരോരോ മാർക്ക് വെച്ച് ചോദിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതാം. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. ദ മെറ്റൽ വിച്ച് ഇസ് റിഫൈൻഡ് ബൈ ഡിസ്റ്റിലേഷൻ ഇസ്? സ്വേദനം വഴി ശുദ്ധീകരിക്കുന്ന ഒരു ലോഹമാണ് Sn ആണോ, Cu ആണോ, Hg ആണോ, Pb ആണോ? ഒറ്റയടിക്ക് എഴുതിക്കോളൂ. ഡിസ്റ്റിലേഷൻ ഏതാണ്? നമ്മുടെ സ്വേദനം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? മെർക്കുറി ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് നമ്മളുടെ എന്താ പറയാ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ്, റിഫൈനിങ് മെത്തേഡ്സ് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. കോൺസെൻട്രേഷൻ മെത്തേഡുകൾ ചോദിക്കാറുണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഈ ചോദ്യം ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം നമ്മുടെ 4 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ചോദ്യങ്ങളിൽ ഓപ്ഷൻ ആയിട്ടും ചോദിക്കാറുണ്ട്. സെറ്റ് ആണല്ലോ? അപ്പൊ ഡിസ്റ്റിലേഷൻ കണ്ടാൽ നമ്മൾ എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? മെർക്കുറി ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യമാണ്, റൈറ്റ് ഡൗൺ ദ മോളിക്യുലർ ഫോർമുല ഓഫ് ബെൻസീൻ.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. ബെൻസീന്റെ മോളിക്കുലർ ഫോർമുല ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ചോദ്യമാണ് അല്ലേ. ബെൻസീന്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? 1 2 3 4 5 6. ഓക്കെ, ഇതിനൊക്കെ എന്തുണ്ട്? ബോണ്ടുകൾ ഉണ്ട് അല്ലേ. ബോണ്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ബോണ്ട് ഉണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. സ്ട്രക്ചർ കംപ്ലീറ്റ് ആണോ? അല്ല. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാർബണും 4 വാലൻസി ആണുള്ളത്. അപ്പൊ 1 2 3 4 അല്ലേ. അതേപോലെ ഇവിടെ നോക്കി 1 2 3 നമുക്ക് എന്ത് വേണം? 4ാമത്തെ വാലൻസി നമ്മൾ എല്ലാത്തിനും വരയ്ക്കണം. ഈ വാലൻസിയിലൊക്കെ നമ്മൾ ആരെ ഇട്ട് കൊടുത്തു? നമ്മൾ ഈ വാലൻസിയിലൊക്കെ നമ്മൾ ഹൈഡ്രജനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? സ്ട്രക്ചർ ഓഫ് ബെൻസീൻ ആണ്. പരീക്ഷയ്ക്ക് സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ പേര് എഴുതാൻ ചോദിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോളിക്കുലർ ഫോർമുലയാണ്. എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. യെസ്, 1 2 3 4 5 6 6 കാർബൺ ആണ്. 1 2 3 4 5 6 6 ഹൈഡ്രജൻ ആണ്. ഉത്തരം കിട്ടി. ഇത്രയേ ഉള്ളൂ. 1 മാർക്കാണ് നമുക്ക് അവിടെ കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ മിസ് ചെയ്യരുത്, മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ? ഇത് ഏത് ലോ ആണ്? എന്താ ചോദിച്ചിരിക്കുന്നത്? താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണ്? വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇത് ഏത് ലോ ആണ്? യെസ്, അവഗാഡ്രോ ലോ ആണ് അല്ലേ. വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്നാണ്? വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അത്ര എഴുതാനേ ഉള്ളൂ. ഇനി ചാൾസ് ലോ ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എന്താണ് പറയാ? ചാൾസ് ലോ ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. വോളിയം ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ചാൾസ് ലോ ആണെങ്കിൽ നിങ്ങൾ CT സ്കാൻ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. CT സ്കാന് ഞാൻ കുറച്ച് മുന്നേ തിരെ വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലായ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ട് CT സ്കാന്. CT എന്ന് ആലോചിക്കുക. ചാൾസ് ലോ, CT എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. വോളിയം ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ ബോയിൽസ് ലോ എന്താ സംഭവിക്കുന്നത്? ബോയിൽസ് ലോന്റെ കേസിൽ എന്താണ്? വോളിയം ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. എന്താണ്? വോളിയം ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ് എന്ത് വരുന്നത്? ബോയിൽസ് ലോ വരുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നിന്ന് എക്സാമിന് ചോദിക്കും. എക്കോറത്തില് ബബിൾസ് താഴെ നിന്ന് മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് കൂടുന്നു, എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളടുത്ത് ചോദിക്കും, വെയിലത്ത് വീർപ്പിച്ച ബലൂൺ വെക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു, ചാൾസ് ലോ റിലേറ്റഡ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്ലൈഡ് ലെവലിലായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? നെയിം ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് വേറെ ആരുമല്ല, നമ്മുടെ COOH ആണ്. ആരാണ്? COOH ആണ്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? യെസ്, കാർബോക്സിലിക് അല്ലെ. കാർബോക്സിലിക് ഗ്രൂപ്പ് ആണ്. എന്താണ്? നമ്മുടെ ആസിഡ് കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലെ. COOH കാർബോക്സിലിക് ഗ്രൂപ്പ് ആണ്. ഈ COOH-നെയാണ് വിശാലമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ബോണ്ട് എല്ലാം കാണിച്ചുകൊണ്ട് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ പലതും ചോദിക്കാട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ദ വൈറ്റ് precipitate obtained when a few drops of barium chloride solution are added to dilute sodium sulfate solution? നേർപ്പിച്ച സോഡിയം സൾഫേറ്റ് ലൈനിലേക്ക് ഏതാനും തുള്ളി ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത അവക്ഷിപ്തം ഏതാണ്? പ്രസിപ്പിറ്റേറ്റ് ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൽ നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ് സോൾട്ട് അനാലിസിസ് അല്ലെ, അവിടെ വരുന്നതാണ്. അപ്പം നമുക്ക് ആരൊക്കെയാണ്? സോഡിയം സൾഫേറ്റ് ഉണ്ട്. സോഡിയം സൾഫേറ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. Na2SO4. ഇതിലേക്ക് ബേരിയം ക്ലോറൈഡ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. BaCl2 ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റും കിട്ടുന്നു. അതിൻ്റെ കൂടെ നമുക്ക് NaCl ലഭിക്കുന്നു. എന്താണ് ലഭിച്ചത്? NaCl. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണ്? യെസ്, നമ്മുടെ ബേരിയം സൾഫേറ്റ് ആണ്. എന്താണ്? ബേരിയം സൾഫേറ്റ്. ഇവിടെ നോക്കണേ, ഈ സോഡിയവും ഈ ക്ലോറിനും കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? NaCl കിട്ടി. ഈ സൾഫേറ്റും ഈ ബേരിയം കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? ബേരിയം സൾഫേറ്റ് കിട്ടി. ഈ ബേരിയം സൾഫേറ്റ് ആണ് എന്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഒരിക്കലും സോഡിയം ക്ലോറൈഡ് എഴുതി വെക്കരുത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും സോഡിയം ക്ലോറൈഡ് ഉപ്പ്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. അല്ല, ബേരിയം സൾഫേറ്റ് ആണ് അവിടെ എന്ത് തരുന്നത്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തരുന്നത്. ബേരിയം സൾഫേറ്റിനെ എഴുതി വെച്ചാൽ മതി. ഇക്വേഷൻ ചോദിച്ചെങ്കിൽ ഈ ഇക്വേഷൻ എഴുതുക. നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഏത് രീതിയിലും നമുക്ക് ഈ ചോദ്യം
ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ചോദ്യമാണ് ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. കോപ്പർ പൈറൈറ്റ്സ് ഞാൻ പറഞ്ഞിട്ട് ആ ഫോർമുല പഠിച്ചു വെക്കണം എന്ന് ഫോർമുലയിൽ നിന്ന് ചോദിക്കുന്ന ആ ചില ആളുകൾ അത് കേട്ടപ്പോൾ വിചാരിക്കും പേര് മാത്രം പഠിച്ചു വെക്കാം, എനിക്ക് അതാ എളുപ്പം, ഫോർമുല വേണ്ട. 1 മാർക്കിന്റെ ചോദ്യം ആട്ടോ. യെസ്, കോപ്പർ പൈറൈറ്റ്. എവിടെ പോയി എന്റെ പെണ്ണ് ഗൈസ്? യെസ്, കോപ്പർ പൈറൈറ്റ് ആണെങ്കിൽ എന്താണ്? CuFeS2 ആണ്. സിങ്ക് ബ്ലെൻഡ് ആണെങ്കിൽ എന്താണ്? കമോൺ ഗൈസ്, സിങ്ക് ബ്ലെൻഡ് എന്താണ്? സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് സൾഫൈഡ്. ZnS ആണ്. സിങ്ക് ബ്ലെൻഡ് ZnS ആണ് വരുന്നത്. പഠിച്ചു വെക്കണേ മക്കളെ. നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് മാത്രം എക്സാമിന് പോവുക. ഇപ്പം തന്നെ പഠിച്ചോളൂ. നിങ്ങൾ നാളത്തേക്ക് പിന്നത്തേക്ക് ഒന്നും വിചാരിക്കേണ്ട. സിങ്ക് ബ്ലെൻഡ് ഇറ്റ് ഇസ് ZnS. റെഡി ആണല്ലോ? ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. which of the following metals can be displaced Fe from FeSO4 solution? FeSO4 ലൈനിൽ നിന്ന് Fe ആദേശം ചെയ്യാൻ കഴിയുന്ന ലോഹം ഏതാണ്? Feനെക്കാട്ടും സ്ട്രോങ് ആയിട്ടുള്ള ആളാവണം അല്ലെ, ഹൈലി റിയാക്റ്റീവ് ആവണം. ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഇവിടുന്ന് തട്ടി നീക്കണമെങ്കിൽ എന്നെക്കാട്ടും ശക്തിയുള്ള ഒരാൾ വേണ്ടേ? എന്നെക്കാട്ടും വീക്കായുള്ള ആൾ എന്നെ തട്ടിയ ഞാൻ ഇവിടുന്ന് നീങ്ങി കൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ 10ാം ക്ലാസ്സിലെ മക്കളാണല്ലേ, ഞാൻ മാറിക്കൊടുക്കില്ല. നേരെ മറിച്ച് എന്നെക്കാട്ടും സൈസും സ്ട്രോങ് ഉള്ള ഒരാൾ വന്ന് എന്നെ ഒരു തട്ടി ഞാൻ ആ നിലത്ത് കിടക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ആ ഒരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ ഇത് Fe ആണ് ഇടാ, ഇത് Fe ആണ് കേട്ടോ, FeSO4 ആണ്. യെസ്, ആ മെറ്റലിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ആ മെറ്റലിനെ കാട്ടും എന്താണ് ഹൈലി റിയാക്റ്റീവ് ആയ ആളായിരിക്കണം. ഈ തന്നതിൽ ആ മെറ്റലിനെ കാട്ടും ഹൈലി റിയാക്റ്റീവ് ആരാണ്? മെഗ്നീഷ്യം ആണ്. നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം അല്ലേ, അത് പഠിക്കാനുള്ള സിമ്പിൾ വഴി എന്താണ്? പൊസൂഖമ അസി ഇനി ടെലെ ഹൈഡ്രജൻ കൊസിഗോ എന്ന് പഠിക്കുക. പൊസോഖമ അസി ഇനി ടെലെ ഹൈഡ്രജൻ കൊസിഗോ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്തും ചെയ്യാം, PSC പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് PSC പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, ഓക്കെ, മാസിൻ MAZIN മാസിൻ എന്താണ്? പോവാണ്. ഒരു ടിന്ന് പാത്രത്തിൽ ലഡുകളായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഹൈഡ്രജൻ ബലൂൺ കണ്ടു, ഹൈഡ്രജൻ ബലൂൺ വാങ്ങിച്ചില്ല, പകരം എന്താണ്? കോപ്സ് പരീക്ഷ എഴുതി, സിൽവർ മെഡൽ അല്ല കിട്ടിയത്, ഗോൾഡ് മെഡലാണ് കിട്ടിയത്. ആ ഒറ്റ ചെറിയൊരു സ്റ്റോറിനകത്ത് ആരുണ്ട്? കംപ്ലീറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി സീരീസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടിയും പറയാം. PSC പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് മാസിന് പോവാണേ. ഓക്കെ, അപ്പൊ എന്താണ്? മാസിൻ പോകുന്നു, ടിന്ന് പാത്രങ്ങളിൽ ലഡുകളായിട്ടാണ് പോകുന്നത്. മാത്രമല്ല ഹൈഡ്രജൻ ബലൂണിനെ കണ്ടു, വാങ്ങിച്ചില്ല. കോപ്സ് പരീക്ഷക്കാണ് പോയത്, സിൽവർ മെഡൽ കിട്ടിയില്ല, പകരം എന്ത് മെഡലാണ് കിട്ടിയത്? ഗോൾഡ് മെഡലാണ് കിട്ടിയത്. PSC എന്താണ്? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ. കോപ്പ് എന്ന് പറഞ്ഞാൽ കോപ്പർ, സിൽവർ, ഗോൾഡ്. എടാ, നമുക്ക് ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ അയേണിനെക്കാട്ടും റിയാക്റ്റീവ് ആയിട്ടുള്ള ആരാണ്? മെഗ്നീഷ്യം ആണല്ലേ, അതുകൊണ്ടാണ് നമ്മൾ മെഗ്നീഷ്യം മാർക്ക് ചെയ്തത്. ഇനി അടുത്ത ചോദ്യമാണ്, ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിലുള്ള കാറ്റലിസ്റ്റ് ഏതാണ് കാറ്റലിസ്റ്റ്? വെനേഡിയം പെന്റോക്സൈഡ് ആണ്. V2O5 എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും, വെനേഡിയം പെന്റോക്സൈഡ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയായിരുന്നു നമുക്ക് വെനേഡിയം പെന്റോക്സൈഡ്? പല കേസസിൽ പഠിക്കാനുണ്ട്. എന്നാൽ നമ്മുടെ നോൺ മെറ്റൽസ് നമ്മൾ പഠിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനിലാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷന്റെ പേരെന്താണ്? യെസ്, കോൺടാക്ട് പ്രോസസ് ആണല്ലേ. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയുടെ പേരാണ് കോൺടാക്ട് പ്രോസസ് എന്ന് പറയുന്നത്. V2O5 ആണ്. സമ്പർക്ക എന്താണ്? പ്രക്രിയ എന്ന് പറയുന്നുണ്ട് മലയാളത്തിൽ, സമ്പർക്ക പ്രക്രിയ. ഇനി അടുത്ത ചോദ്യമാണ്, ഗിവ് ദ നെയിം ഓഫ് ദിസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ദേ കിടക്കുന്നു വേറൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ, ഇത് ആരായിരിക്കും? നമ്മൾ ഇങ്ങനെ എഴുതാറില്ലേ, ROR എന്ന് എഴുതാറില്ലേ? ആരാണ്? ആൽക്കോക്സി ആണല്ലേ. ആരാണ്? ആൽക്കോക്സി ഗ്രൂപ്പുകളെയാണ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആരെ കണ്ടു? കാർബോക്സിലിക് ഗ്രൂപ്പ് കണ്ടു. ഇപ്പോൾ നമ്മൾ ആരെ കണ്ടു? ആൽക്കോക്സി ഗ്രൂപ്പ് കണ്ടു. ഇനി ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നാൽ ആരാണ്? ഇത് ഹൈഡ്രോക്സൈഡ് ആണല്ലേ. ഇതാരാണ്? ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പുകളാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് വരെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, which is the gas formed when magnesium react with hot water? ഇവിടെ ഇതേ ചോദ്യം വേറൊരു രീതിയിലും ചോദിക്കും. ഏത് മെറ്റലാണ് ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഉത്തരം മെഗ്നീഷ്യം ആണല്ലേ. മെഗ്നീഷ്യം എന്താണ്? ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. എന്ത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യെസ്, ഹൈഡ്രജൻ ഗ്യാസ് ആണല്ലേ.
ഈ ഹൈഡ്രജൻ ഗ്യാസിനെ നമുക്ക് എങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റും? പോപ്പ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഞാൻ റിയാക്ഷൻ നടത്തി അവിടെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഗ്യാസിന്റെ അടുത്തേക്ക് കത്തുന്ന തീപ്പെട്ടിയോ ചന്ദനത്തിരിയോ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ്? പോപ്പ് സൗണ്ടോട് കൂടി യെസ് പൊട്ടുകയും നന്നായിട്ട് ബേൺ ചെയ്യുന്നതും പോപ്പ് സൗണ്ടോട് കൂടി കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം മെറ്റലുകൾ എന്താണ്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. ഏതെങ്കിലും മെറ്റൽ തരാം. ദേ കിടക്കുന്നു അടുത്ത ചോദ്യം. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ബോക്സൈറ്റിന്റെ ഫോർമുല തന്നിട്ടുണ്ട് Al2O3.2H2O. ഹെമറ്റൈറ്റിന്റെ ആണ് ചോദിച്ചത്. ഹെമറ്റൈറ്റിന്റെ പിന്നെ എൻ്റെ മക്കൾക്ക് അറിയാം. കാരണം എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് അയേണിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഹെമറ്റൈറ്റിന്റെ എന്താണ്? Fe2O3 ആണ് വരുന്നത്. ഹെമറ്റൈറ്റ് Fe2O3 ആണ്. എടാ മാഗ്നറ്റൈറ്റ് എന്താണ് വരുന്നത്? Fe3O4 ആണ് കേട്ടോ. നെക്സ്റ്റ് ലെവലാന്ന് വിചാരിച്ചാൽ മതി. ഹെമറ്റൈറ്റ് Fe2O3 ആണെങ്കിൽ മാഗ്നറ്റൈറ്റ് നമുക്ക് എത്രയാണ് വരുന്നത്? മാഗ്നറ്റൈറ്റ് Fe3O4 ആണ് വരുന്നത്. രണ്ടും ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യം. ഇവിടെ നമുക്ക് മാഗ്നറ്റൈറ്റിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. മാഗ്നറ്റൈറ്റ് എന്താണ്? യെസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ആളായതുകൊണ്ട് മാഗ്നറ്റിക് സെപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ മാഗ്നറ്റൈറ്റിന്. ഇനി അടുത്തതാണ് റൈറ്റ് ദ നെയിം ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദ കോമ്പൗണ്ട് CH3CH2OH. എടാ OH എന്ന് കണ്ടാൽ അത് എന്ത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? ഹൈഡ്രോക്സി അല്ലെ? നമ്മുടെ ഹൈഡ്രോക്സി ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ശരിയല്ലേ? ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ എന്ന് എഴുതിയാലും കറക്റ്റ് ആട്ടോ. ആൽക്കഹോൾ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. എന്നാൽ പേര് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് എന്ത് എഴുതാം? ഹൈഡ്രോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് എഴുതാം. എന്നാൽ എൻ്റെ മക്കളുടെ ഒരു ചോദ്യം. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ പേരൊന്ന് പറഞ്ഞേ. CH3CH2OH ആണല്ലേ? ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് ആദ്യം എണ്ണ. 1 2 അല്ലെ? നമുക്ക് എത്ര കാർബൺ ആറ്റം ആണ്? 2 കാർബൺ ആറ്റം ആണ്. എത്ത്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? എന്ന് എഴുതുന്നു. OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ പേരിന്റെ അവസാനം എന്താണ് വരുന്നത്? OL എന്നാണ് വരുന്നത്. സോറി, എത്തൻ എഴുതണേടാ. നമ്മൾ എന്താണ് എഴുതേണ്ടത്? എത്തൻ എഴുതണേ. എത്തൻ എന്ന് എഴുതുന്നു. OL എന്ന് എഴുതുന്നു. എത്തനോൾ എന്താണ് വരുന്നത്? എത്തനോൾ. ഇതേ സാധനം നമ്മൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പനോൾ. ഇനി 5 കാർബൺ ആറ്റം ആണ് തന്നതെങ്കിൽ പെന്റനോൾ ആണ്. ഇനി അടുത്ത ചോദ്യം. അമോണിയം ക്ലോറൈഡ് is heated strongly in a dry test tube. Identify the basic substance obtained. എൻ്റെ അമ്മോ, ഈർപ്പരഹിതമായ എന്താണ് ബോയിലിംഗ് ട്യൂബിൽ എടുത്തിരിക്കുന്ന അമോണിയം ക്ലോറൈഡ് ശക്തിയായി നമ്മൾ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ബേസിക് ഗുണമുള്ള പദാർത്ഥം ഏത്? എടാ, ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം എക്സ്പെരിമെന്റ് ആണ് തന്നിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ഇക്വേഷനും എക്സ്പെരിമെന്റും നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. നമ്മളോട് എഴുതാനല്ല പറഞ്ഞത്, എഴുതി തന്നിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? അമോണിയം ക്ലോറൈഡ് അല്ലേ? NH4Cl നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ 2 ആളുകളാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 ഗ്യാസുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? NH3യും പ്രൊഡ്യൂസ് ചെയ്യുന്നു, അമോണിയയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ നമുക്ക് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യെസ്, HClലും പ്രൊഡ്യൂസ് ചെയ്യുന്നു. NH3യും HClലും പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മുടെ ചോദ്യം തീർന്നിട്ടില്ലേ? ഐഡന്റിഫൈ ദ ബേസിക് സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻഡ്. ഈ തന്നതിൽ ബേസിക് സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാടാ ബേസിക് സബ്സ്റ്റൻസ്? യെസ്, NH3 ആണല്ലേ. ബേസിക സ്വഭാവം കാണിക്കുന്നത് അമോണിയ ആണ്, NH3 ആണ്. നമ്മൾ ലിറ്റ്മസ് പേപ്പർ കാണിക്കുമ്പോൾ അവിടെ എന്ത് കാണിക്കും? ബേസിക് സ്വഭാവത്തിന്റെ കളർ ചേഞ്ച് കാണിക്കും അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതിയിട്ട് പ്രത്യേകം നിങ്ങൾ എടുത്ത് മാർക്ക് ചെയ്യണം. NH3 ബേസിക് ആണെന്ന് മാർക്ക് ചെയ്യണേ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. യെസ്, molten sodium chloride is electrolyzed which is obtained at the cathode. ഏതൊക്കെയാണ്? ഉരുക്കിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ കാത്തോഡിൽ ലഭിക്കുന്ന പദാർത്ഥം ഏതാണ്? വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കമന്റ് ബോക്സിൽ. ഓക്കെ, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ കണ്ട ആളുകളാണെങ്കിൽ 100% ഉറപ്പാണ് ഇതിന്റെ ആൻസർ നിങ്ങൾ ഷെഡപ്പടി എന്ന് എഴുതും. മക്കളെ, മോൾട്ടൺ NaClന്റെ ഇലക്ട്രോളിസിസും NaCl സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസും നോക്കാതെ എക്സാം ഹാളിൽ പോവരുത്. അതേപോലെ തന്നെ ഇലക്ട്രോപ്ലേറ്റിങ്ങും. ഈ 3 ആളുകളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ, സോഡിയം, ക്ലോറിൻ, ഓക്സിജൻ തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് മോൾട്ടൺ NaCl ആണ്, ഉരുക്കിയ സോഡിയം ക്ലോറൈഡ് ആണ്. അതിനനുസരിച്ച്
കണ്ടുപിടിച്ചിട്ടുള്ള ആൻസർ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടത്. മാത്രമല്ല നിങ്ങൾക്ക് ഈ ടോപ്പിക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ക്ലിയർ ആയോ, സെറ്റ് ആണോ, 20 മാർക്കും നിങ്ങൾ നേടുമോ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറയണം. ഫുൾ കോൺഫിഡൻസോട് കൂടിയാണോ നിങ്ങൾ എക്സാമിന് പോകുന്നതെന്ന് പറയണം. കാരണം നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ലടാ, നമ്മുടെ 10ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സും നമ്മുടെ കട്ട ചങ്കുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അവരെല്ലാം പഠിക്കട്ടെ. ഇത് കണ്ടിട്ട് അവർക്ക് ഒരു 6 മാർക്ക് കിട്ടുകയാണെങ്കിലോ വേണ്ട ഒരു 10 മാർക്ക് കിട്ടുകയാണെങ്കിലോ നല്ല കാര്യമല്ലേ? നമ്മളെ കൊണ്ട് അത് ചെയ്തുകൂടെ? അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമന്റ് ചെയ്യാനും മറക്കരുത്. സോ ഇനിയുള്ള വീഡിയോസിൽ കാണാം. ബൈ.